അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 1 digit number. Sorry, 2 digit number by 1 digit number, 3 digit number by 1 digit number. ഇനി എന്താ പഠിക്കണ്ടേ? 1 digit number കൊണ്ട് നമുക്ക് ഇപ്പൊ ഏത് നമ്പറിനെ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. പഠിച്ചില്ലേ? ഇനി ഒരു 2 digit number കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഒരു 2 digit number കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? എങ്ങനെ ചെയ്യും? അറിയോ? ഇപ്പോ 25 into 12 എങ്ങനെ ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല, 12ന്റെ ടേബിൾ അറിയില്ല. 12ന്റെ ടേബിൾ അറിയാമെങ്കിൽ തന്നെ 25 വരെയൊന്നും നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾ നോർമലി കോളം അറേഞ്ച് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അല്ലേ? അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ മിസ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. (25 into 12) 25 into 12. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യുന്ന പോലെ 1 ഡിജിറ്റ് നമ്പർ മാത്രമാണ് ഉള്ളതെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യാ? 25ലെ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 1 അങ്ങ് മാറ്റി വെച്ചിട്ട് ഇവിടെ 2 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 25ലെ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 2 into 5 10 കിട്ടി. 10ന്റെ 0 മാത്രം നമ്മൾ ഇവിടെ എഴുതി, 1 ക്യാരി ഓവർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് ടെൻസിന്റെ പ്ലേസിലുള്ള 2ഉം ഈ 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 2 into 2 4, ക്യാരി ഓവർ ചെയ്ത 1 ആഡ് ചെയ്തു. എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ആ 5 അതേപോലെ നമ്മൾ ടെൻസിന്റെ പ്ലേസിന് താഴോട്ട് എടുത്തെഴുതി, അല്ലെ? ഇനി നമുക്ക് ഇവിടെ ഒരു 1 ബാക്കിയുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ശരിക്കും ആ 1 എന്താ? 1 എന്താ? ടെൻസിന്റെ പ്ലേസിലല്ലേ 1 വരുന്നേ? 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 12നെ 10 + 2 എന്ന് എഴുതാലോ, എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നുണ്ടെങ്കിൽ, അല്ലെ? 10 + 2 എന്ന് എഴുതാം. അപ്പോ ഈ 10 + 2ലെ 2നെ കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തല്ലോ. ഇനി എന്താ ബാക്കിയുള്ളത്? ഈ 10 ബാക്കിയുണ്ട്. 10ലെ 1 മാത്രമേ ഇവിടെ ഉള്ളൂ. ആ 1 കൊണ്ട് 25നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 1 കൊണ്ട് 25 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1നെ നമ്മൾ ആദ്യം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാ? 1 into 5 5. ആ 5 നമ്മൾ എവിടെ എഴുതണം? ആ 5 എവിടെ എഴുതണം? ടെൻസിന്റെ പ്ലേസിന്റെ തൊട്ട് താഴെ വേണം എഴുതാൻ. അതായത് ഈ 1ന്റെ നേരെ താഴെ വേണം 5 എഴുതാൻ. നെക്സ്റ്റ് നമുക്ക് ഏതാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഈ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 2 = 2. ആ 2 നമ്മൾ എവിടെ എഴുതും? ടെൻസിന്റെ പ്ലേസിന്റെ തൊട്ട് മുന്നേ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് നമ്മൾ മാറ്റി എഴുതും. ഇനി എന്ത് ചെയ്യാ? ഈ 2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യാം. 0, 5 + 5 10ന് 0, റിമൈൻഡർ 1, 2 + 1 3.
അതായത് 25 into 12 is equal to 300. മനസ്സിലായോ? മനസ്സിലായോ? നോക്കട്ടെ, ആർക്കൊക്കെ മനസ്സിലായി നോക്കട്ടെ. എന്താ അറിയല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാലോ. 1 2 തവണ പറഞ്ഞുതരാം. കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഒരു 3 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. $125 into 50. 125 into 50. ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ 15ന്റെ വൺസിന്റെ പ്ലേസിലുള്ള 5 ഇല്ലേ, 15ന്റെ വൺസിന്റെ പ്ലേസിലുള്ള 5 കൊണ്ട് 125ന് നോർമൽ ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യാം. 5 into 5, 25 into 5, റിമൈൻഡർ 2 ക്യാരി ഓവർ ചെയ്തു ടെൻസിന്റെ പ്ലേസിലേക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടെൻസിന്റെ പ്ലേസിലുള്ള 2ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. 2 into 5 10, 10ഉം റിമൈൻഡർ 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. അതിന്റെ 2 മാത്രം നമ്മൾ ഇവിടെ എഴുതുന്നു. 1 ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. നെക്സ്റ്റ് 1 into this 5, 1 into this 5 എത്ര കിട്ടും? 1 into 5 5 പ്ലസ് ക്യാരി ഓവർ ചെയ്ത 1 6 കിട്ടി. ആ 6 നമ്മൾ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി എന്താ വേണ്ടേ? 5നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി വേണ്ടത് 15ലെ 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 അല്ല, ശരിക്കും ഇവിടെ ടെൻസിന്റെ പ്ലേസിലായതുകൊണ്ട് ഹിയർ ഇറ്റ് ഈസ് 10. നമ്മൾ 10 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നേ. അപ്പൊ എന്താ ആദ്യം ചെയ്യണ്ടേ? വൺസിന്റെ പ്ലേസിലുള്ള 5നെ കൊണ്ട് ഈ 1 മൾട്ടിപ്ലൈ ചെയ്തു. 5 into 1 5. ആ 5 നമ്മൾ എവിടെ എഴുതും? ഈ 1ന്റെ നേരെ താഴെ ടെൻസിന്റെ കോളത്തിൽ വേണം എഴുതാൻ. 5 എഴുതി. നെക്സ്റ്റ് ടെൻസിന്റെ പ്ലേസിലുള്ള 2ഉം ഈ 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 2 into 1 2. അതിന് തൊട്ട് മുന്നത്തെ പ്ലേസിൽ 2. ഇനി ഒരു ഡിജിറ്റും കൂടി ഉണ്ട് ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ, അത് കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 1. അത് നമ്മൾ എന്ത് എഴുതണം? ഈ ഹൺഡ്രഡ്സിന്റെ പ്ലേസിന്റെ തൊട്ട് മുന്നിലുള്ള പ്ലേസിൽ തൗസൻഡ്സിന്റെ പ്ലേസിലേക്ക് മാറ്റി എഴുതാം. എന്നിട്ട് എന്ത് എഴുതാം? ഇതൊക്കെ കൂടി ആഡ് ചെയ്യാം. 5ന്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാനില്ല. 5 2 plus 5 7, 6 plus 2 8. ഇനി 1നോട് കൂടെ ഒന്നും ആഡ് ചെയ്യാനില്ല. 1 1875. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞിട്ടെ. ഓക്കെ, $243 into 21. ഇനി വേറെ വേറെ കളറിലൊന്നും വരച്ച് കാണിച്ചില്ലല്ലോ, വേണ്ടല്ലോ. 3 into 1 3, 4 into 1 4, 2 into 1 2.
അത് നമ്മൾ 21ന്റെ 1 കൊണ്ട് 243 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 3 6 ആണ്. ആ 6 എഴുതേണ്ടത് ടെൻസിന്റെ കോളത്തില് 2ന്റെ നേരെ താഴെ 6. സോറി. അടുത്തത് ടെൻസിന്റെ പ്ലേസിലുള്ള 4ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. അത് നേരെ നമ്മള് ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് എഴുതും. അടുത്തത് 2 into 2 4 നമ്മൾ നേരെ തൗസൻഡ്സിന്റെ പ്ലേസിലേക്ക് കടത്തി എഴുതി. ഇതൊക്കെ കൂടെ ആഡ് ചെയ്യാം. 3 4 plus 6 10 remainder 1 1 plus 2 3 plus 8 11 remainder 1 1 plus 4 5 5103. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 115 എടുത്തേ. പേജ് നമ്പർ 115. അതിനകത്ത് ഒന്നാമത്തതും മൂന്നാമത്തതും ഒന്ന് ചെയ്തേ. എക്സൈസ് 5.8 1 and 3. ടെക്സ്റ്റ് തന്നെ ചെയ്തോ, ഒന്നാമത്തതും മൂന്നാമത്തതും. അത് രണ്ടെണ്ണം മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 24 into 37. 24 into 37. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 37ലെ വൺസിന്റെ പ്ലേസിൽ വരുന്ന 7 കൊണ്ട് 24നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ ആദ്യം ഈ ഒരു പോർഷൻ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ഈ ഒരു പോർഷൻ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം എന്താ വേണ്ടേ? 4നെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 into 7. 4 into 7 എത്രയാ? 28. 28ലെ വൺസിന്റെ പ്ലേസിൽ വരുന്ന 8 മാത്രം നമ്മൾ ഇവിടെ എഴുതുന്നു. 2നെ ടെൻസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. Then ടെൻസിന്റെ പ്ലേസിലുള്ള 2ഉം 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 7. 2 into 7 എത്രയാ? 14. 14നോട് കൂടി എന്ത് ആഡ് ചെയ്യണം? നമ്മൾ ക്യാരി ഓവർ ചെയ്ത് വെച്ചിരിക്കുന്ന 2 ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 16 കിട്ടും. ഓക്കെ. ആ 16 അതേപോലെ ഇവിടെ 6 ടെൻസിന്റെ പ്ലേസിലും 1 ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്കും ആയിട്ട് കടത്തി എഴുതാം. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി 37ലെ 7 കൊണ്ട് മാത്രമേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇനി 37ലെ 3 കൊണ്ട് ആദ്യം നമ്മൾ 4 വൺസിന്റെ പ്ലേസിലുള്ള 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 4 3 into 4 12. 12ന്റെ വൺസിന്റെ പ്ലേസിൽ വരുന്ന 2 മാത്രമേ നമുക്ക് എഴുതണ്ടൂ. 2 എവിടെയാ എഴുതണ്ടേ? 3ന്റെ തൊട്ട് താഴെ ടെൻസിന്റെ പ്ലേസിൽ നമ്മൾ 2 എഴുതി. ബാക്കി വരുന്ന 1 നമ്മൾ എങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു? 24ന്റെ ടെൻസിന്റെ പ്ലേസിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്തു. ഇനി ഏതാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ടെൻസിന്റെ പ്ലേസിലുള്ള 2ഉം 3ഉം. 2 into 3 6. 6നോട് കൂടി എന്ത് ആഡ് ചെയ്യണം? നമ്മൾ ക്യാരി ഓവർ ചെയ്ത
1 കൂടി ആഡ് ചെയ്തിട്ട് 7 കിട്ടും. ആ 7 എവിടെയാണ് നമ്മൾ എഴുതണ്ടേ? ഹൺഡ്രഡ്സിന്റെ കോളത്തില് 7 എഴുതി. ഇനി ഇതെല്ലാം കൂടി ഈ രണ്ട് കിട്ടിയ പ്രൊഡക്റ്റും കൂടി ആഡ് ചെയ്യാം. 8 6 plus 2 8 7 plus 1 8. ഫവാസ്, ടോഷിൻ, എന്താ നിങ്ങൾ ഈ സ്ക്രീനിൽ വരച്ചോണ്ടിരിക്കുന്നേ? അജ്സലും ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാ ഇത് മനസ്സിലാവുക? പറയുന്നതൊന്നും അല്ലല്ലോ ശ്രദ്ധിക്കുന്നേ. സ്ക്രീനിൽ വരച്ചോണ്ടിരുന്നാല് ക്ലാസ്സിൽ പറയുന്ന നല്ലത് മനസ്സിലാവൂ. ബാക്കിയുള്ളവർക്ക് തന്നെ 2-3 പ്രോബ്ലം പറയുമ്പോൾ മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ മനസ്സിലാവാത്തെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 888. നെക്സ്റ്റ് 33 into 26. 33 into 26. ആദ്യം നമ്മൾ 33നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 into 6 18, റിമൈൻഡർ 1. 3 into 6 18 plus 1 19. Okay, then 33 നമ്മൾ 26ന്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 3 6, again 2 into 3 6. Add ചെയ്യുമ്പോൾ 8, 9 plus 6 5, sorry 15, remainder 1, 1 plus 1 2, 2 plus 6 8, 858. Okay, ആദ്യത്തെ ആൻസർ 888, രണ്ടാമത്തെ ആൻസർ 858. ശരിയാണോ എല്ലാവർക്കും? ശരിയാണോ? ഓക്കെ, എന്താ ബെനീറ്റ? വീഡിയോ ഓണാക്കണോ? അജിസലിന് എന്താ പറയാനുള്ളത്? ടീച്ചർ ഒന്നുകൂടി കാണിക്കുവോ? ഒന്നുകൂടി ആൻസർ ആണോ കാണിക്കണ്ടേ? എന്താ രണ്ടാമത്തെ 33 into 26 ഉള്ളത് 858. അത് തൊട്ട് മുന്നത്തത് 24 into 37 888. നമ്മുടെ ടൈം ഇപ്പൊ തീരാറായി. അതിനകത്ത് ബാക്കിയുള്ള 3 എണ്ണം, 5-മത്തെയും 7-മത്തെയും 9-മത്തെയും, ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലെ 5ഉം 7ഉം 9ഉം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കേട്ടല്ലോ? അതിന് തൊട്ട് താഴെ വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഹോംവർക്ക് പേജ് നമ്പർ 115, exercise 5.8, question number 579. ഓക്കെ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ 5.7ലെ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെയ്തോ എല്ലാവരും? ഓക്കെ, ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്സിന് അയച്ചു തരാം. ഇതും ഹോംവർക്ക് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരാം. എന്താ അലൻ പി സാംസൺ? മിസ് പേഴ്സണൽ ആയിട്ടാണോ ഗ്രൂപ്പിലാണോ ഇടണ്ടേ? ഗ്രൂപ്പിൽ ഇടണ്ട മോനെ, പേഴ്സണൽ ആയിട്ട് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.